നമ്മുടെ എല്ലാ ചിന്തകളും സത്യമാണോ? അല്ല എന്നാണ് എൻ്റെ ഉത്തരം. ഈ അടുത്തിടയ്ക്ക് എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നു. ആളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആൾക്ക് ആരോടും ഒന്നും പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല. ആളൊരു വർക്കിംഗ് വുമണാണ്. പുള്ളിക്കാരി ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായാൽ അതിൽ പുള്ളിക്കാരിക്ക് അഭിപ്രായം ഉണ്ടാകും, പക്ഷേ അത് പറയാൻ പറ്റുന്നില്ല. അത് കാരണം, അതായത് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തത് കാരണം അനാവശ്യ ബ്ലെയിമൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്. അത് കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതായത് പ്രോപ്പറായിട്ട് സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ പോലും അത് പറ്റാതെ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുകയാണ്. സൈക്കോളജിയിൽ കോഗ്നിറ്റീവ് ഫ്യൂഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രതിഭാസമാണിത്. അപ്പം നമുക്കൊരു ചിന്തയുണ്ടായി എന്ന് വെക്കുക, അത് ലോജിക്കലാണോ, ലോജിക്ക് ഇല്ലാത്തതാണോ, അത് വിശ്വസിക്കേണ്ട കാര്യമാണോ, അതോ തള്ളിക്കളയേണ്ട കാര്യമാണോ, ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ ആ വരുന്ന ചിന്തയെ പൂർണ്ണമായിട്ടും നമ്മളങ്ങ് വിശ്വാസത്തിലെടുക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കുക മാത്രമല്ല, അവരതിനനുസരിച്ചായിരിക്കും പലപ്പോഴും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ക്ലയൻറ്റിൻ്റെ കേസ് തന്നെ എടുക്കാം. ഇവിടെ പുള്ളിക്കാരിയുടെ തോട്ടം എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഇനി എന്തെങ്കിലും സംസാരിച്ചാലും അത് ശരിയാകത്തില്ല. അങ്ങനെ ശരിയല്ലാതെ സംസാരിച്ചാൽ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ ഉറപ്പായിട്ട് മോശമായിട്ട് ജഡ്ജ് ചെയ്യും. ഇതാണ് ആളുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനി എത്ര പ്രശ്നം ഉണ്ടായാലും തൻ്റെ നേരെ എത്ര ബ്ലെയിം വന്നാലും ഒന്നും മറുപടി പറയാതിരിക്കും. ഇതെല്ലാം അങ്ങ് ഏറ്റെടുക്കും. വേറെ ആരുടെയെങ്കിലും തലയിലിരിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും അതെല്ലാം അവസാനം ഈ ആളുടെ തലയിൽ വന്ന് ഇരിക്കും. ഈ അവസ്ഥയിലുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അവനെ കൊണ്ടാവുന്നു പറ്റത്തില്ല, അല്ലെങ്കിൽ അവളെ കൊണ്ടാവുന്നു പറ്റത്തില്ല എന്ന് കുട്ടിക്കാലം മുതലേ കേട്ട് തനിക്ക് കിട്ടിയ ആ ലേവല് തൻ്റെ ഐഡന്റിറ്റി ആയിട്ട് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യർ. ഈ ജീവിതം കാരണം അവർ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പറയേണ്ട സമയത്ത് പറയാൻ കഴിയാതെ, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ കേട്ട് അവരുടെ നിലപാടുകൾ പ്രകടിപ്പിക്കാൻ കഴിയാതെ ഉള്ളില് വേദനിച്ച് കഴിയുന്ന ഒരുപാട് മനുഷ്യർ. ഇവിടുത്തെ പ്രധാന പ്രശ്നം പല ലേബൽസും നമ്മൾ നമ്മുടെ ഐഡന്റിറ്റിയായി കാണുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി പറയുകയാണ്, നമുക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. നമ്മൾ വിശ്വസിക്കുന്നു നമുക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. പിന്നീട് നമ്മൾ നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അങ്ങനെ വലിയ സംസാരിക്കാനൊന്നും കഴിവില്ലാത്ത ഒരാൾ, എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാലും ഇങ്ങനെ മാറി പമ്മി നിൽക്കുന്ന ഒരാൾ, ഇത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആയിട്ട് അങ്ങ് സ്വീകരിക്കുകയാണ്. അതിനപ്പുറത്ത് നമ്മുടെ കഴിവുകളെയോ നമ്മുടെ നിലപാടുകളെയോ ഒന്നും തിരിച്ചറിയാനോ നമ്മുടെ ഈ ചിന്തകളെ ഒന്ന് ലോജിക്കലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ എല്ലാ ദിവസവും 10,000 കണക്കിന് ചിന്തകൾ വരും. അതിൽ നല്ലതുണ്ടാകാം, മോശം ഉണ്ടാകാം, പ്രയോജനം ഉള്ളതുണ്ടാകാം, ഇല്ലാത്തതുണ്ടാകാം, ലോജിക്കുള്ളതുണ്ടാകാം, യാതൊരു ലോജിക്കുമില്ലാത്ത പൊട്ടൻ ചിന്തകളുണ്ടാകാം. ഇതെല്ലാം നമുക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ചില സമയത്ത് ഭയങ്കര ഡെസ്പായിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അല്ല ഞാൻ യൂസ്ലെസ്സാണ്, ഞാൻ ഭയങ്കര വേർത്ത്ലെസ്സാണ് എന്ന് നമ്മൾ ചില സമയത്ത് ചിന്തിക്കും. എല്ലാ മനുഷ്യരും ചില സിറ്റുവേഷനിൽ അങ്ങനെ ചിന്തിച്ചു പോകും. അങ്ങനെ ചിന്തിക്കുന്നു എന്നതിനർത്ഥം നമ്മളെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നുള്ളതാണോ? അല്ലെങ്കിൽ നമ്മൾ വേർത്ത്ലെസ് ആണ്, നമുക്കൊരു വാല്യൂ ഇല്ല എന്നുള്ളതാണോ? ഒരിക്കലും അല്ല. ഇതിനർത്ഥം നമ്മുടെ ചിന്തകളെ ഇല്ലാതാക്കണം എന്നല്ല. നമുക്കൊരിക്കലും അങ്ങനെ ചിന്തകളെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. പക്ഷേ ചിന്തകൾ മാത്രമാണ്, അത് ഫാക്റ്റ് അല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇനി ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ ചിന്തകളോടും പോയി കലഹിക്കേണ്ടതില്ല. അതിനെ ഒന്ന് മാറി നിന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ കൂടുതൽ മനോഹരമായിട്ട് നിങ്ങൾക്ക് ആ ചിന്തകളെ കൈകാര്യം ചെയ്യാൻ പറ്റിയേക്കും. ഇനി ഇതിനെ നമുക്ക് ഒട്ടും കൈകാര്യം ചെയ്യാൻ പറ്റാതെ നമ്മുടെ ലൈഫിൽ ഇത്തരം തോട്ട്സ് ഇടപെടുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഉറപ്പായിട്ടും ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറാപ്പി സഹായം സ്വീകരിക്കുന്നത് വളരെ നന്നായിരിക്കും. താങ്ക് യു.